ഉപദേശത്തിന് ഒരു പഞ്ഞവും ഇല്ലാത്ത ആൾക്കാരാണ് ഈ മലയാളികൾ എന്ന് പറയുന്നത്. സ്വന്തം ജീവിതം ചിലപ്പം ഈ പറയുന്ന വല്ലാത്ത രീതിക്ക് പൊട്ടിപ്പൊളിഞ്ഞുള്ളതായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ പറയുന്ന ഉപദേശ ആളാവാൻ മിടുക്കരാണ്. വേടൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം വേടൻ കൊടുത്ത, അതായത് തൻ്റെ പരിപാടി കാണാൻ വന്ന കുറേയധികം പിള്ളേർക്ക് വേണ്ടി കൊടുത്ത ഉപദേശം ഉണ്ടായിരുന്നല്ലോ, സിന്തറ്റിക് ഡ്രഗ്സ് മക്കളെ ഉപയോഗിക്കരുതേ, 10 പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 പേര് മരിച്ചു പോകുന്നുണ്ട്, നിങ്ങളുടെ അപ്പനും അമ്മമാരൊക്കെ വീട്ടിൽ കിടന്ന് കരച്ചിലാണ്, എന്നെക്കാളും ഒരുപാട് അപ്പനമ്മമാർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഉപദേശം തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി അയാൾ തന്നെ നശിച്ചു പോയതുകൊണ്ട് മറ്റുള്ളവരെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേയധികം നവാഗത ഡയറക്ടേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അങ്ങനെ ഈ പറയുന്ന കായിക മേഖലയിൽപ്പെട്ട കുറേ പേരൊക്കെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം ഈ പറയുന്ന കണക്ക് കേസ് തേഞ്ഞ് മാഞ്ഞു പോവുകയാണ്. കാരണം ഇത്ര അളവിൽ താഴെ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ പോലീസ് ജാമ്യത്തിൽ വിടാനുള്ള കുറേയധികം സാധ്യതകളൊക്കെ നമ്മുടെ നിയമത്തിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ മാത്രമേ പിടിക്കപ്പെടുന്നുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ഇവരൊക്കെ, കാരണം 2 വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ തന്നെ 11 ഗ്രാം കഞ്ചാവ് പിടിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് ഈ പറയുന്ന വേടനുമായിട്ട് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഇതുപോലെ നമ്മളിപ്പം എന്ന് പറയുന്നത് ഷൈൻ, അദ്ദേഹത്തിൻ്റെ കുറേയധികം വാർത്തകൾ നമ്മൾ കൊക്കൈൻ കേസും ഒക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ, അതും തേഞ്ഞു മാഞ്ഞു പോയി. ഇങ്ങനെ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഈ ഫ്രീ ആയിട്ട് ഉപദേശം തരുന്ന ആൾക്കാരെ എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. ഉപദേശികൾ ചിലപ്പോഴൊക്കെ വഴി തെറ്റിക്കാറുണ്ട്.